അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ലേണേഴ്സ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാവാനായിട്ട് ഞാൻ ഒരു ആപ്പ് പരിചയപ്പെടുത്തണം ഗൈസ്. അപ്പോൾ പ്ലേ സ്റ്റോർ എടുക്കുക, അതിൽ ലേണേഴ്സ് ടെസ്റ്റ് ആപ്പ് മലയാളം എന്നടിക്കുക. അതിൽ RTO എക്സാം ഡ്രൈവിംഗ് ലൈസൻസ് അതെടുക്കുക ഗൈസ്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ 10 മില്യൺ ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ട്, നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ആപ്പാണ് ഗൈസ്. അത് ഡൗൺലോഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ ആ ആപ്പ് ഓപ്പൺ ആക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്, കണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ് കൊടുക്കാം. നമ്മൾ കേരള ആയതുകൊണ്ട് കേരള എടുക്കുന്നു. ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. നമ്മളിപ്പോൾ മലയാളമാണ് എടുത്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റി ഇംഗ്ലീഷിലോട്ട് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് അവിടെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ഇംഗ്ലീഷ് കൊടുത്താൽ ഇംഗ്ലീഷിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പം സ്റ്റാർട്ട് എക്സാം കൊടുക്കുക, അതിൽ ഓരോ ചോദ്യം ചോദിക്കും. നിങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം തെറ്റാണെങ്കിൽ ഇൻറ്റുവിൻ്റെ അവിടെ നമ്പർ വരും. ഒരു തെറ്റാണെങ്കിൽ ഒരു തെറ്റ് അങ്ങനെ വരും. അപ്പം എത്ര തെറ്റടിക്കുന്നോ അത്രയും തെറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഓരോ ചോദ്യമായിട്ട് അങ്ങനെ പോവുക. അപ്പം അത് ശരിയാണെങ്കിൽ ശരിയുടെ അവിടെ മാർക്ക് വരുന്നതായിരിക്കും, ടിക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ചോദ്യവലിയിൽ കുറേ ചോദ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പരിശീലനത്തിൽ നമ്മൾ ഈ പരീക്ഷ പോലെ തന്നെയാണ്, പരിശീലനമാണത്. പരീക്ഷ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ലേണേഴ്സ് എടുക്കാൻ പോകുമ്പോൾ അവിടെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് പരീക്ഷയിൽ വരുന്നത്. പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുമ്പോൾ കുറേ സ്കൂളുകൾ കാണിക്കുന്നതാണ്. പിന്നെ ക്രമീകരണം അത് സെറ്റിങ്സ് ആണ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ മലയാളത്തിലും ചെയ്യാവുന്നതാണ്, മലയാളത്തിൽ പരീക്ഷ എഴുതാവുന്നതാണ്. ഇത് ലേണേഴ്സ് എടുക്കാൻ പോകുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ചോദിക്കുന്ന അതേ സെയിം ക്വസ്റ്റ്യൻസാണ് ഇതിൽ ആപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ അവിടെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും അതിൽ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചൂസ് ചെയ്യണ ആൻസർ ശരിയാണെങ്കിൽ ആ പച്ചയുടെ അവിടെ ആയിരിക്കും മാർക്ക് ചെയ്യണത്, തെറ്റാണെങ്കിൽ ആ ചുവപ്പ് ഇൻറ്റുവിൻ്റെ അവിടെ മാർക്ക് ചെയ്യും. പിന്നെ നമ്മളിതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തിട്ട് കഴിയാൻ നേരത്തെ ഇവിടെ കുറേ പരസ്യം വന്നേക്കും, വാച്ച് ആഡ്. അത് നിങ്ങൾ ജസ്റ്റ് ആ 2 സെക്കൻഡ് ആ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അത് മാറി പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൽ കുറേ സൈൻ ബോർഡ് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. പിന്നെ കുറേ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ ഞാൻ ഈ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ മോർ യൂസ്ഫുൾ കണ്ടൻസിനായി അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പം ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.